ഇതൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? സാറിന് സാധ്യത എന്റെ താങ്ക് യു. നമ്മുടെ സാന്റയോട് സംസാരിച്ചോട്ടെ. സാന്റ എവിടുന്നാ വന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ? നിങ്ങൾ പ്രശ്നമാക്കരുത്. ആദ്യം സാന്റ ഇരിക്കട്ടെ. സാന്റ ഇരിക്കോ? സാന്റയ്ക്ക് മലയാളം മനസ്സിലാവോ? അയ്യോ, സാന്റയ്ക്ക് മലയാളം അറിയത്തില്ലെന്നാ പറയുന്നത്. സാന്റ ഞങ്ങളിവിടെ എല്ലാവരും മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ സംസാരിക്കാമോ? കുറച്ചു കുറച്ച് അറിയാന്നാണ് സാന്റ പറയുന്നത്. അത് സാന്റ ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഈ JP ചാപ്പൽ മുമ്പ് വന്നിട്ടുണ്ടോ സാന്റ? JP ചാപ്പലുള്ള എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണെന്നാണ് സാന്റ പറയുന്നത്. ഈ JP നമ്മുടെ പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ട സാന്റയ്ക്ക്. സാന്റ പറയുന്നത് എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്, കുട്ടികളെല്ലാം നല്ല ക്യൂട്ടാണെന്നാണ് പറയുന്നത്. സാന്റ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ട്. സാന്റയ്ക്ക് ദേഷ്യം. സാന്റ ആരും തുടരുതെന്നാണ് പറയുന്നത്. സാന്റയുടെ പെർമിഷൻ കൊണ്ട് സാന്റ ആരും തുടരുതെന്നാണ് പറയുന്നത്. സാന്റ USA എന്നാണ് പറയുന്നത്. എവിടുന്നാണ് സാന്റ വരുന്നത്? കാനഡയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇനി എപ്പോഴാണ് തിരിച്ച് കാനഡയിലേക്ക് പോകുന്നത് സാന്റ? ടുമാറോ നാളെ തിരിച്ചു പോകുന്ന. അപ്പൊ ഇന്നിപ്പോ എവിടെയാണ് സാന്റ? വേണ്ടി കിടക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. സാന്റ ഞങ്ങളുടെ ചെറിയൊരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട്. അതോടെ എടുത്ത് സഹായിക്കുമോ? ഇതുപോലെ ഒരു കൂപ്പൺ കൂടെ ഉള്ളൂ. എടുക്കാൻ പറ്റുമോ? സാന്റ ആദ്യമാണ് സാന്റ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ലക്കി ഡ്രോ, മൂന്നാമത്തെ ഗിഫ്റ്റ് അല്ലല്ല, അത് തോന്നുന്നതാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഭാഗ്യവാൻ ആരാണ്, ഭാഗ്യവതി ആരാണെന്ന് നോക്കാൻ പോവാണ്. അതിനുവേണ്ടി കാനഡയിൽ വന്ന് നമ്മുടെ സ്വന്തം സാന്റയാണ് മൂന്നാമത്തെ ഭാഗ്യവാൻ ആരാണ്, ഭാഗ്യവതി ആരാണ് നോക്കുന്നത്.
ജോഷുവ. അതെ അതെ അതെ. യേശുവിന്റെ ഫാദറല്ല, ജെപിയുടെ ചാപ്പലിന്റെ ഫാദർ. ജോഷുവ ഫാദർ. അച്ഛന്റെ പേര് അറിയാം. അച്ഛാ ആ ഭാഗ്യവാനാണ്. അത് ഭാഗ്യവാനി ആരാണെന്ന് പറയാമോ? നമ്മുടെ സാറിന് എടുത്തിട്ടുള്ള ഈ ലക്കി ഡ്രോയുടെ ഏറ്റവും അവസാനത്തെ ഫൈനൽ സമ്മാനം ലഭിക്കുന്നത് പറയണോ? കൂപ്പൺ നമ്പർ 221 221. കൂപ്പൺ നമ്പർ 221. ഒരു നേരം പേര് വായിക്കുകയാണ് തെരേസ സജി. ഇപ്പോൾ ഒരു കരോൾഗാനം കേൾക്കണം. എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരു കരോൾഗാനം താല്പര്യമുള്ളവർക്ക് അവരോട് പ്രവേശിക്കാം. സാറിന്റെ ഹാപ്പിയാണെന്ന് ചോദിക്കണം. സാറിന്റെ ജെപിയുടെ ചാപ്പലിലെ കരോൾഗാനം കേൾക്കാൻ താല്പര്യമുണ്ടോ? മനസ്സിലായില്ല. അപ്പൊ സാറിന് പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഷോയിലെന്ന് അച്ഛൻ മിസ്സിൽ കളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരുപാട് വേണോ?